പണ്ട് പണ്ട് പച്ച നിറമുള്ള കുന്നുകളും മനോഹരമായ പാടങ്ങളുമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നല്ല സന്തോഷമുള്ളൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന അവളെ ഗ്രാമത്തിലുള്ളവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഗ്രാമത്തിലെ ചെറിയ വഴികളിലൂടെ ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്ന അവൾ എല്ലാവരുടെയും ചങ്ങാതിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ പക്ഷികൾ മനോഹരമായി പാടുമായിരുന്നു. ആ ഗ്രാമത്തിലെ കുട്ടികൾക്കിടയിൽ അവളെ കാണാൻ നല്ല രസമായിരുന്നു. അവളുടെ മുത്തശ്ശി അവൾക്കായി സ്വന്തം കൈകൊണ്ട് തുന്നിയ ഒരു ചുവന്ന കുപ്പായം അവൾ എപ്പോഴും ധരിക്കുമായിരുന്നു. ആ കുപ്പായം അവൾക്ക് ജീവനായിരുന്നു. ആ ചുവന്ന കുപ്പായം കാരണം എല്ലാവരും അവളെ സ്നേഹത്തോടെ വിളിച്ചു ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്. നല്ല തണുപ്പുള്ളൊരു പ്രഭാതത്തിൽ ആകാശം നീല നിറത്തിൽ തെളിഞ്ഞു നിന്നു. അവളുടെ വീട്ടിൽ മുത്തശ്ശിക്കായി ഒരു കുട്ട നിറയെ നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി. അതിൽ നല്ല ചൂടുള്ള അപ്പവും പുതിയ പഴങ്ങളും ഉണ്ടായിരുന്നു. കാടിനപ്പുറത്ത് താമസിക്കുന്ന മുത്തശ്ശിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ട മുത്തശ്ശിക്ക് കൊണ്ടുകൊടുക്കാൻ അമ്മ റെഡ് റൈഡിംഗ് ഹുഡിനോട് പറഞ്ഞു. കുട്ടയും കയ്യിൽ പിടിച്ച് അവൾ കാട്ടിലേക്ക് നടന്നു. അവൾ നടന്നുപോയപ്പോൾ ഗ്രാമത്തിലെ കാഴ്ചകൾ മെല്ലെ മറഞ്ഞു. കാട് വളരെ നിശബ്ദമായിരുന്നു. അവിടെ വലിയ വലിയ മരങ്ങളും പച്ചപ്പും നിറഞ്ഞു നിന്നു. മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം മണ്ണിലേക്ക് വീഴുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല പുല്ലിന്റെയും പൂക്കളുടെയും മണം എല്ലായിടത്തും ഉണ്ടായിരുന്നു. കാട്ടിലെ പക്ഷികൾ പാടുകയും പൂമ്പാറ്റകൾ പറക്കുകയും ചെയ്തു. കാട്ടിലെ ചെറിയ പാതയിലൂടെ അവൾ നടന്നു. പച്ചപ്പുകൾക്കിടയിലൂടെ അവളുടെ ചുവന്ന കുപ്പായം ഒരു ചെറിയ തീപ്പൊരി പോലെ തിളങ്ങി. കാട് കാണാൻ നല്ല രസമായിരുന്നു. എന്നാൽ അവിടെ ഒരു ചെന്നായ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാടിന്റെ ഉള്ളിൽ കുറ്റിച്ചെടികൾക്കും വലിയ പുല്ലുകൾക്കും പിന്നിൽ ഒളിഞ്ഞിരുന്ന് ഒരു ചെന്നായ അവളെ നോക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടി നടന്നു പോകുന്നത് അവന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു. ഒരൊറ്റ ശബ്ദം പോലും ഉണ്ടാക്കാതെ അവൻ പതുക്കെ പതുക്കെ നടന്നു. കാടാകെ നിശബ്ദമായി. ചെന്നായ സാവധാനം അവളുടെ അടുത്തേക്ക് ചെന്നു. നടന്നു പോകുന്നതിനിടയിൽ നല്ല നിറമുള്ള പൂക്കൾ അവൾ കണ്ടു. ചുവപ്പും മഞ്ഞയും നീലയും പൂക്കൾ അവിടെയെല്ലാം വിരിഞ്ഞു നിന്നു. കാറ്റത്ത് ആ പൂക്കൾ തലയാട്ടുന്നത് കാണാൻ നല്ല രസമായിരുന്നു. മുത്തശ്ശിക്ക് നൽകാൻ ഈ പൂക്കൾ പറിക്കാമെന്ന് കരുതി അവൾ വഴിയിൽ നിന്നും മാറി നടന്നു. ഓരോ പൂക്കളായി പറിച്ച് കൈ നിറച്ചപ്പോൾ സമയം പോയത് അവൾ അറിഞ്ഞില്ല. പാതയിൽ ആരുമില്ലാതായി. അവൾ കാട്ടിനുള്ളിൽ ഒറ്റയ്ക്കായി. അവൾ പൂക്കൾ പറിക്കുന്ന തിരക്കിലായപ്പോൾ ചെന്നായ വേഗത്തിലോടി. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരെളുപ്പവഴി അവൻ കണ്ടെത്തി. മരങ്ങളും വേരുകളും ചാടിക്കടന്ന് അവൻ വേഗം അവിടെ എത്തി. കാടിന്റെ അരികിലായി ഒരു ചെറിയ മരവീട് നിശബ്ദമായി നിൽക്കുന്നു. ആ വീടപ്പോൾ വളരെ ശാന്തമായിരുന്നു. ചെന്നായ വീടിനുള്ളിൽ കയറി. അവിടെയെല്ലാം വൃത്തിയായി ഇരിപ്പുണ്ടായിരുന്നു. മുത്തശ്ശി അവിടെ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ചെന്നായ മുത്തശ്ശിയെ ഉപദ്രവിക്കാതെ അലമാരയ്ക്കുള്ളിലെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. ശേഷം അവൻ മുത്തശ്ശിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് കിടക്കയിൽ പുതപ്പിനുള്ളിൽ ഒളിച്ചിരുന്നു. മുറിയിൽ വീണ്ടും നിശബ്ദതയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ റെഡ് റൈഡിംഗ് ഹുഡ് അവിടെയെത്തി. കൊട്ടയും പൂക്കളുമായി അവൾ ഉള്ളിലേക്ക് കയറി. എന്നാൽ മുറിയിൽ എന്തോ ഒരു മാറ്റം അവൾക്ക് തോന്നി. എല്ലായിടത്തും വല്ലാത്തൊരു നിശബ്ദത. വെളിച്ചം കുറവായതുകൊണ്ട് അവിടെ വലിയ നിഴലുകൾ ഉണ്ടായിരുന്നു. കിടക്കയിലിരിക്കുന്നത് മുത്തശ്ശി തന്നെയോ എന്നവൾക്ക് സംശയം തോന്നി. അവൾ പതുക്കെ അടുത്തേക്ക് ചെന്നു. അവിടെ എന്തോ അപകടം നടക്കുന്നുണ്ടെന്ന് അടുത്തുള്ള ഒരു വിറകുവെട്ടിക്ക് മനസ്സിലായി. അദ്ദേഹം വേഗത്തിൽ ഓടി വീടിനുള്ളിലേക്ക് കയറി. ആ വലിയ ശബ്ദം കേട്ടതും പേടിച്ചുപോയ ചെന്നായ വേഗത്തിൽ കാട്ടിലേക്ക് ഓടിപ്പോയി. അപകടം വന്നതുപോലെ തന്നെ വേഗത്തിൽ ഒഴിവായി. വിറകുവെട്ടി മുത്തശ്ശിയെ അലമാരയിൽ നിന്നും പുറത്തെടുത്തു. മുത്തശ്ശി സുരക്ഷിതയായിരുന്നു. റെഡ് റൈഡിംഗ് ഹുഡ് ഓടിച്ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ആ ചെറിയ വീട്ടിൽ വീണ്ടും സന്തോഷവും സ്നേഹവും നിറഞ്ഞു. കൊട്ടയും പൂക്കളും ആ കൊച്ചു വീടും വീണ്ടും ശാന്തമായി. സൂര്യൻ താഴാൻ തുടങ്ങിയപ്പോൾ കാട് നിശബ്ദമായി. നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ചിന്തിച്ചു.
കാട് മനോഹരമാണെങ്കിലും അത് അപകടം നിറഞ്ഞതാണെന്ന് അവൾ മനസ്സിലാക്കി. അന്നുമുതൽ അവൾ പാതയിൽ നിന്നു മാറാതെ നടക്കാനും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനും പഠിച്ചു. വൈകുന്നേരം മഞ്ഞ വെളിച്ചം വീണപ്പോൾ അവൾ സുരക്ഷിതയായി വീട്ടിലെത്തി. മരങ്ങളും പക്ഷികളും വനവും ഉറങ്ങാനൊരുങ്ങി. തന്റെ ആ യാത്ര അവൾ എന്നും ഓർമ്മിച്ചു. അതൊരു നല്ല പാഠമായിരുന്നു. ആ കൊച്ചു ലോകത്ത് വീണ്ടും സമാധാനമായി.